1966 ഓഗസ്റ്റ് 20 ബ്രസീലിലെ റിയോ ഡി ജനീറോയിലുള്ള വിൻഡം കുന്ന്. പതിവ് പോലെ ഒരു സാധാരണ ദിവസമായിരുന്നു അതും. ഒരു 14കാരൻ പയ്യൻ തന്റെ പട്ടം പറത്താനായി ആ കുന്നിൻ മുകളിലേക്ക് കയറിപ്പോയി. കാറ്റിൽ പറന്ന പട്ടമാകട്ടെ അല്പം അകലെയുള്ള ഒരു കാട്ടുപൊന്തയ്ക്കുള്ളിലേക്ക് വീണു. അത് തിരഞ്ഞുപോയ ആ കുട്ടി കണ്ടതോ, ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഭയപ്പെടുത്തുന്ന കാഴ്ച. അവിടെ 2 പുരുഷന്മാരുടെ മൃതദേഹങ്ങൾ കിടക്കുന്നു. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി. അതൊരു സാധാരണ കൊലപാതകമോ ആത്മഹത്യയോ ആയിരുന്നില്ല. ക്രൈം സീൻ പരിശോധിച്ച പോലീസുകാർ പോലും അമ്പരന്ന് പോയി. കാരണം ആ മൃതദേഹങ്ങളുടെ കിടപ്പ് അത്രമേൽ വിചിത്രമായിരുന്നു. 2 പേരും വളരെ വില കൂടിയ ഫോർമൽ സ്യൂട്ടുകളാണ് ധരിച്ചിരുന്നത്. അതിനു മുകളിൽ ഒരേപോലെയുള്ള 2 റെയിൻകോട്ടുകളും. എന്നാൽ അവരെ ശരിക്കും ഞെട്ടിച്ചത് ഇതൊന്നുമായിരുന്നില്ല. ആ 2 മൃതദേഹങ്ങളുടെയും കണ്ണുകൾക്ക് മുകളിലായി ഈയം കൊണ്ട്, അതായത് ലെഡ് കൊണ്ട് കൈകൊണ്ട് വെട്ടിയുണ്ടാക്കിയ വിചിത്രമായ 2 മാസ്കുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ശാസ്ത്രലോകത്ത് സാധാരണയായി റേഡിയേഷനിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഷീറ്റുകളായിരുന്നു അവ. കാട്ടിനുള്ളിൽ ഒരു മഴ പോലുമില്ലാത്ത ആ സമയത്ത് എന്തിനാണ് ഇവർ റെയിൻകോട്ടും ഈ വിചിത്ര മാസ്കും ധരിച്ചത്? അന്വേഷണത്തിൽ ഇവർ മനോയൽ പെരേര, മിഗുവൽ ജോസ് എന്നീ 2 ഇലക്ട്രോണിക്സ് ടെക്നീഷ്യന്മാരാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ഓഗസ്റ്റ് 17 ജോലി സംബന്ധമായ ആവശ്യത്തിനെന്നും പറഞ്ഞാണ് ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവർ പോയ വഴി പോലീസ് ട്രാക്ക് ചെയ്തപ്പോൾ ഒരു കാര്യം വ്യക്തമായി. ഇവർ ആരോ പ്രൊഫഷണലായി തയ്യാറാക്കിയ ഒരു പ്ലാനിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയത്. പോലീസിന് അവരുടെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ നോട്ട്ബുക്ക് ലഭിച്ചു. അതിൽ പോർച്ചുഗീസ് ഭാഷയിൽ കൈപ്പടയിൽ എഴുതിയ ആ വരികൾ ഈ കേസിനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിഗൂഢതകളിലേക്ക് തള്ളിവിട്ടു. വൈകുന്നേരം 16:30, അതായത് 4:30 സമയം. നിശ്ചയിച്ച സ്ഥലത്ത് എത്തുക. 18:30 ആ ഗുളികകൾ കഴിക്കുക. അതിൻ്റെ ഫലം കണ്ടു തുടങ്ങിയ ശേഷം ലോഹങ്ങൾ സംരക്ഷിക്കുക. സിഗ്നലിനായി കാത്തിരിക്കുക. മാസ്ക് ധരിക്കുക. ആരായിരുന്നു ഇവർക്ക് ഈ നിർദ്ദേശങ്ങൾ നൽകിയത്? ഡയറിയിൽ പറയുന്ന ആ വിചിത്ര ഗുളികകൾ ഏതാണ്? ആർക്കു വേണ്ടിയാണ്, ഏത് സിഗ്നലിന് വേണ്ടിയാണ് അവർ ആ മലമുകളിൽ കാത്തിരുന്നത്? ഏറ്റവും വിചിത്രമായ കാര്യം, അവരുടെ ശരീരത്തിൽ ഒരൊറ്റ മുറിവേറ്റ പാടുകളോ അടിപിടി നടന്നതിൻ്റെ ലക്ഷണങ്ങളോ ഇല്ലായിരുന്നു. വിഷം ഉള്ളിൽ ചെന്നതിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല. ഈ മരണത്തിന് പിന്നിൽ പല തിയറികളും പ്രചരിക്കുന്നുണ്ട്. മരിച്ച 2 പേരും ഇലക്ട്രോണിക്സിന് ഒപ്പം തന്നെ ആത്മീയതയിലും അന്യഗ്രഹ ജീവികളിലും വലിയ താല്പര്യമുള്ളവരായിരുന്നു. അന്യഗ്രഹ ജീവികളെ, അതല്ലെങ്കിൽ മറ്റേതോ ലോകത്തുള്ള ശക്തികളെ ബന്ധപ്പെടാൻ ഇവർ ശ്രമിക്കുകയായിരുന്നു എന്നാണ് ഒരു പ്രധാന തിയറി. അന്യഗ്രഹ പേടകങ്ങളിൽ നിന്നുള്ള കടുത്ത വെളിച്ചത്തിൽ നിന്നും റേഡിയേഷനിൽ നിന്നും കണ്ണുകളെ സംരക്ഷിക്കാനായിരിക്കാം ഇവർ സ്വന്തമായി ലെഡ് മാസ്ക് നിർമ്മിച്ചത്. അതിനെ ശരിവെക്കുന്നതായിരുന്നു പ്രദേശവാസികളുടെ മൊഴികൾ. അവർ മരിച്ച അതേ രാത്രിയിൽ വിൻഡം കുന്നിനു മുകളിൽ മഞ്ഞ നിറത്തിലുള്ള ചില വിചിത്ര വെളിച്ചങ്ങൾ വട്ടമിട്ട് പറക്കുന്നത് കണ്ടതായി പലരും ഇന്നും സാക്ഷ്യപ്പെടുത്തുന്നു. അതല്ല, ആത്മീയ ലഹരി നൽകുന്ന എന്തോ കഴിച്ച് ഇവർക്ക് ബോധം നഷ്ടപ്പെട്ടപ്പോൾ ഇവരെ പറ്റിച്ച് കൂടെയുണ്ടായിരുന്ന ആരോ വലിയൊരു തുക പണം കവർന്ന് കൊലപ്പെടുത്തിയതാണോ? അക്കാലത്തെ മോശം പോസ്റ്റ്മോർട്ടം രീതികൾ കാരണം കൃത്യമായ വിഷാംശം കണ്ടെത്താൻ പോലീസിനും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവയവങ്ങൾ ജീർണിച്ചതോടെ ആ രഹസ്യവും എന്നേക്കുമായി ഇല്ലാതായി. 60 വർഷങ്ങൾ കഴിഞ്ഞിട്ടും, ശാസ്ത്രം ഇത്രയേറെ വളർന്നിട്ടും, ബ്രസീൽ പോലീസിന്റെ ഫയലുകളിൽ ഈ കേസ് ഇന്നും ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ദ ലെഡ് മാസ്ക് കേസ്.